ആമാടെ ഒരു പേപ്പർ ഒപ്പിടിക്കാണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഇന്നലെ അമ്മായിനെ കൊണ്ട് പഞ്ചായത്തിൽ പോയത്. അവിടെ ചെന്നപ്പോൾ അറിഞ്ഞത് അവിടുത്തെ ആളുടെ സൈൻ അല്ലായിരുന്നു വേണ്ടത്. ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടർ ഇൻചാർജിന്റെ പൊസിഷനിൽ ഇരിക്കുന്ന ഡോക്ടറുടെ സൈൻ ആയിരുന്നു. അതും നമ്മുടെ വാർഡിന്റെ കീഴിലുള്ള ഗവൺമെന്റ് ആശുപത്രിയിൽ തന്നെ പോകും വേണം. അങ്ങനെ ഇന്നലെ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ലീവായിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും അതിനുവേണ്ടി വന്നേക്കുക. രാവിലെ വന്നിട്ട് നമുക്ക് 70ാമത്തെ ചീട്ടായിട്ട് കിട്ടിയ. അങ്ങനെ അവിടുന്ന് ഡോക്ടറിന്റെ സൈനൊക്കെ മേടിച്ച് നേരെ പോസ്റ്റ് ഓഫീസിലേക്ക് വിട്ടു. ഇത് ഇന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് പോസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഇതിലെ വിറ്റതല്ല, പോസ്റ്റ് ചെയ്യാൻ നേരത്തെ പൂരിപ്പിച്ച ആളെ ഞാനാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പോസ്റ്റ് ഓഫീസിൽ പോയി സാധനം പോസ്റ്റ് ചെയ്യണത്. എത്താനിടത്ത് തന്നെ എത്തിയാൽ മതിയായിരുന്നു. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഒരാൾ ബിസ്ക്കറ്റ് തീർന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ കിടന്ന് ഭയങ്കര ബഹളം. ചോദിച്ച സാധനം കിട്ടിയില്ലെങ്കിൽ ആൾ വീട് തന്നെ മറച്ചു വയ്ക്കും. ഡോൺ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർന്നല്ലേ, അതുകൊണ്ട് ആൾ ഇങ്ങനെ ഇരിക്കണം നോക്കണ്ട. ഇടഞ്ഞു കഴിഞ്ഞാൽ ആനയ്ക്ക് മതളകൂലേ, അതുപോലെയാ. പിന്നെ ഓരോ സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കണമാണ്. നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് വർക്ക്ഷോപ്പിലേക്ക് പെയിന്റ് എടുക്കാൻ പോകാനുണ്ട്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള പണി പാലമ്പലത്തിൽ കിട്ടി അറിഞ്ഞു. ഞാൻ ഒരു വണ്ടിക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിരുന്നു. ഞാൻ ഇപ്പോൾ കൊണ്ടുപോകണ വണ്ടിയുടെ പെയിന്റ് എടുക്കണം, വേറെ 2 വണ്ടികളുടെ പെട്രോൾ ടാങ്കിന്റെ അടപ്പ് തന്നിട്ടുണ്ട്, അതിന്റെ പെയിന്റ് എടുക്കണം. അങ്ങനെ മൊത്തം 3 വണ്ടികളുടെ പെയിന്റ് എടുക്കാനുണ്ട്. ഇതറിഞ്ഞായിരുന്നെങ്കിൽ കുറച്ച് നേരത്തെ പോയിരുന്നു. ഞാൻ കടയിൽ ചെന്ന ടൈം നല്ല ബെസ്റ്റ് ടൈമായിരുന്നു. നല്ല പൂര തിരക്കായിരുന്നു അവിടെ. ഒരു 3 മണിക്കൂറിന്റെ അടുത്ത് നമ്മളവിടെ പോസ്റ്റായിട്ട് നിന്നു. നോമ്പ് ഓർക്കാൻ ഒരുപാട് സമയമില്ല. സാധനങ്ങളൊക്കെ വണ്ടി കയറിയിട്ട് വേഗം തന്നെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയപ്പോൾ ജ്യൂസിന് നിന്നുള്ള പഞ്ചസാര ഉണ്ടായിരുന്നില്ല. അങ്ങനെ വേഗം തന്നെ കടയിൽ പോയി അതൊക്കെ മേടിച്ചിട്ട് വന്നു. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ തന്നെ സേതുകുഞ്ഞ് നോമ്പൊർക്കാത്തി. അങ്ങനെ നോമ്പൊർക്കാൻ സമയം നോമ്പൊക്കെ തുറന്നു. സേതുകുഞ്ഞ് വീട്ടിൽ വന്നാൽ പിന്നെ എൻ്റെ റൂം പുള്ളി എടുക്കും. എനിക്കാണെങ്കിൽ റൂമിൽ നിന്ന് ഫുഡ് കഴിക്കാൻ ഇഷ്ടം. അങ്ങനെ സേതുകുഞ്ഞിന്റെ നിസ്കാരം കഴിയുന്നവരെ നോക്കിയിരുന്നു. വാപ്പാനെ കൊണ്ട് പള്ളിയിൽ പോകാണ്ട്, അതുകൊണ്ട് വേഗം തന്നെ ഫുഡ് കഴിക്കണം. പ്രതീക്ഷിച്ച പോലെ തന്നെ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വാപ്പ റെഡിയായി. ഞാനും പോയി വേഗം റെഡിയായിട്ട് വന്നു. ഒരുപാട് താമസിച്ചപ്പോൾ സേതുകുഞ്ഞ് നടന്നങ്ങ് പോകും.